മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച ജൂലൈ 14-ാം തീയതി നാടിന് സമർപ്പിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം ജൂലൈ 14-ാം തീയതി തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് താഴത്തെ നിലയിലേക്ക് മാറുകയാണ്. ആ നവീകരിച്ച ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLA ശ്രീ UR പ്രദീപ്, അതുപോലെ തന്നെ വിശിഷ്ടാതിഥിയായിട്ട് ശ്രീ രാധാകൃഷ്ണൻ MP തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. എല്ലാ വിഭാഗം ആളുകളും ഈ സന്ദർഭത്തിൽ ഈ ജനകീയ ആവശ്യം സഫലമാകുന്നതിൻ്റെ ഭാഗമായി ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് ഈ സന്ദർഭത്തിൽ താല്പര്യപ്പെടുകയാണ്. പരിപാടിയുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കും. ആലത്തൂർ MP K രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ചേലക്കര നിയോജക മണ്ഡലം MLA UR പ്രദീപ് പരിപാടിയുടെ അധ്യക്ഷനാകും. ഇത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ ജനങ്ങൾക്കുള്ള ഒരു അംഗീകാരം. 2020 ശശിധര മാസ്റ്റർ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ ഗ്രാമപഞ്ചായത്തിൽ അധികാരമേറ്റതിന് ശേഷം അന്നു മുതൽ നമ്മൾ പ്രകടനപത്രികയിലടക്കം വെച്ചിട്ടുള്ള കാര്യമായിരുന്നു ഫ്രണ്ട് ഓഫീസ് താഴേക്കാണ്. അതിനെ നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഏറ്റെടുത്ത് മുഴുവൻ സംവിധാനത്തോടും കൂടി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സൗകര്യപ്രദമായ സേവനം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഈ താഴത്തെ നിലയിൽ ഒരുക്കുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു. അത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വളരെ നാളുകൾക്ക് മുൻപേയുള്ള ഒരു സ്വപ്നമായിരുന്നു. അത് ഈ ഭരണസമിതി ഈ വരും ദിവസങ്ങളിൽ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷമോൾ V, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയംവദ KK, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മനോജ് K, സുദേവൻ K, പ്രേമലത O, ശിവൻ വീട്ടിക്കുന്ന്, സതിയ അപ്പത്ത്, മാലതി KK, ബിജു VK, സത്യഭാമ V, രാജേഷ് P, രമാദേവി A, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധി മോഹൻ പാറത്തൊടി, CPIM പ്രതിനിധി CS സുനിൽകുമാർ, CPI പ്രതിനിധി ദിനേശൻ, BJP പ്രതിനിധി K സന്തോഷ്, കേരള കോൺഗ്രസ് പ്രതിനിധി ഷാജി ആനിത്തോട്ടത്തിൽ, മുസ്ലിം ലീഗ് പ്രതിനിധി ഹുസൈൻ വട്ടപ്പറമ്പിൽ, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷിനാജ് VH എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കും. ഞാൻ ആദ്യമായിട്ട് ഈ ഓഫീസിൽ വന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഓഫീസ് മുകളിലാണ്. ഓഫീസ് മുകളിലായാലും കുഴപ്പമില്ല, ആളുകൾ വന്നു പോകുന്ന അപേക്ഷ നൽകുന്നതിനും സേവനം കൊടുക്കുന്നതിനുള്ള ഫ്രണ്ട് ഓഫീസ് കൂടി മുകളിലായത് വലിയൊരു അപാകതയായിരുന്നു. അപ്പോൾ ഇത് താഴത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടിപ്പോൾ 9 മാസമാകുന്നു. അപ്പോൾ താഴത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഈ എല്ലാ ഓഫീസും താഴത്തേക്ക് മാറ്റുക എന്ന് പറയുന്നത് ഭരണസമിതി നല്ലൊരു കാര്യമാണ് ചെയ്തത്. എന്തായാലും ഇവിടുന്ന് ഈ ഭരണസമിതി കാലാവധി തീരാൻ ഈ കുറച്ച് മാസങ്ങളോടെ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഈ പ്രവർത്തനം പൂർത്തീകരിച്ചായിട്ട് നമുക്ക് അതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാഫുകൾക്കും ഇത് നല്ലൊരു കാര്യമാണ്. വരുന്നവർക്ക് മാത്രമല്ല, അവർ വരുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കും നല്ലൊരു വിഷമമായിരുന്നു. പല പ്രാവശ്യം താഴെ വന്ന് അവരെ കൈപിടിച്ച് നമ്മൾ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അവർ മുകളിൽ കയറേണ്ട അത്യാവശ്യം വരും ചെയ്യും. അതുപോലെ കാര്യം കഴിഞ്ഞ് ഇറക്കി വരുമ്പോഴും ചിലപ്പോൾ ഞങ്ങൾ തന്നെ താഴെ ഇറങ്ങി വന്ന് അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളിവിടെ ഇരുന്നോളൂ, ഞങ്ങൾ ചെയ്തുകൊണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങേയറ്റം സന്തോഷമായി. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് ഇത്. കാരണം പ്രായമുള്ള ആൾക്കാർ വരുമ്പോൾ മുകളിലേക്ക് വളരെ ബുദ്ധിമുട്ടി മുകളിലേക്ക് കയറി വരുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതിന് പരിഹാരമായിട്ട് 2020 ഭരണത്തിൽ കയറിയ ഭരണസമിതി അംഗങ്ങളായ നമ്മുടെ പ്രസിഡൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യം തന്നെയാണ് മുകളിൽ നിന്നും താഴത്തേക്ക് ഫ്രണ്ട് ഓഫീസ് കൊണ്ടുവന്നത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കാര്യം ഇവിടെ ചെയ്യുന്നതും അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാം ഈ പ്രവൃത്തി പൂർത്തീകരിച്ച് ഇറങ്ങി പോകുന്നു എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. CCV ന്യൂസ്, കൊണ്ടാഴി.